ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതി കഴിഞ്ഞ റിസൾട്ട് വന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക, സേവ് ചെയ്ത് വെച്ചേക്കുക, ഷെയർ ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് ഉപകാരപ്പെടും. നിങ്ങൾ ഈ +1 അഡ്മിഷന്റെ ഒക്കെ തിരക്കിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ, സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അർഹിച്ച മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല മാർക്ക് SSLCയിൽ ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു റിസർവേഷൻ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കാനും അത് നേടിയെടുക്കാനും മറക്കരുത്. കാരണം സാമ്പത്തികമായിട്ട് +2 പോകുമ്പോൾ +1 അഡ്മിഷൻ നേടുമ്പോൾ നമ്മുടെ പാരൻസിനെ ഒക്കെ സഹായിക്കാൻ വലിയൊരു അവസരമാണ്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കേരളത്തിലെ 2026 SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് 5 സ്കോളർഷിപ്പ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഒരുപാട് സ്കോളർഷിപ്പുകൾ വിളിക്കുമ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഈ ചാനലിൽ തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സോ നമുക്ക് ടോപ്പ് 5 സ്കോളർഷിപ്പും അതിന്റെ എലിജിബിലിറ്റി നോക്കാം. അതിൽ ഒന്നാമത്തേത് വിദ്യാധൻ സ്കോളർഷിപ്പാണ്. നിങ്ങൾ 9ലും 10ലും പഠിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ കിട്ടിയത്. അതായത് 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് മേടിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ്. അതായത് എല്ലാ വിഷയങ്ങൾക്കും A+ അല്ലെങ്കിൽ 90% മാർക്ക് മേടിച്ചവർക്കാണ്. ഇനി കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ +1 +2 പഠനത്തിന് പ്രതി വർഷം 10,000 രൂപയാണ്. തുടർന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അത് ലഭിക്കും എന്നുള്ളതാണ്. സോ അതിന്റെ വെബ്സൈറ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇനി വരുന്ന അത് ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. മറ്റൊന്ന് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പാണ്. DMS ആണ്, സർക്കാരിന്റെ തന്നെ. അതായത് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ ലഭിച്ചിരിക്കണം. പ്രതിവർഷം 1250 രൂപയാണ്. അതിന്റെയും ഈ പറയുന്ന പോലെ നിങ്ങൾ +1 ഡിപ്ലോമയിലോ ഒക്കെ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അപേക്ഷിക്കാം. ദെൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പാണ്. അതും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിരിക്കണം. ഒറ്റ തവണയായി 10,000 രൂപ ലഭിക്കുന്നതാണ്. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി അതുപോലെ തന്നെ BPL കുടുംബങ്ങളിൽ പെട്ട കുട്ടികൾക്കാണ്. ദെൻ പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതും മൈനോറിറ്റി വിഭാഗങ്ങൾക്കാണ്. 10ാം ക്ലാസ്സിൽ 50% കൂടുതൽ മാർക്ക് മതി. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുമായിരിക്കണം. അതിന്റെ അലവൻസ് ആയിട്ട് ഏകദേശം 3000 മുതൽ 6,000 രൂപ വരെയാണ് പ്രതിമാസ അലവൻസും പിന്നെ ട്യൂഷൻ ഫീസുമായിട്ട് കിട്ടുന്നത്. ദെൻ LIC ഗോൾഡൻ ജൂബിലി അവാർഡാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. 10ാം ക്ലാസ്സിന് ശേഷം +2 ഡിപ്ലോമ IT ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ്. കുറഞ്ഞത് 60% മാർക്ക് മതി ഈ SSLCയിൽ. സോ പ്രതിവർഷം 15,000 രൂപ വീതം ഈ +2 ഡിപ്ലോമ കാലയളവിൽ ലഭിക്കും എന്നുള്ളതാണ്. ഇത് ചെറിയൊരു സാമ്പിൾ ലിസ്റ്റ് മാത്രമാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, മാക്സിമം ബില്ലേക്ക് ഷെയർ ചെയ്യുക.